الحمد لله نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم والذين إذا ذكروا بآيات ربهم لم يخروا عليها صما وعميانا والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما صدق الله العظيم إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സത്യവിശ്വാസികളായ സഹോദര സഹോദരിമാരെ, ഏതൊരു സന്മാർഗത്തിനു വേണ്ടിയാണോ നിരന്തരമായി നമ്മൾ റബ്ബിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീമ സിറാത്തല്ലദീന അൻഅംത അലൈഹിം, അല്ലാഹുവേ സന്മാർഗത്തിന്റെ നേർപാതയിൽ നേർവഴിയിൽ നീ ഞങ്ങളെ നയിക്കണമേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ആ വഴിയിലാണ് ഞാനും നിങ്ങളും എന്ന് ഉറപ്പുവരുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുന്നു, ഉത്ബോധിപ്പിക്കുന്നു. ആ വഴി റബ്ബ് തന്നെ വിശദീകരിച്ചിട്ടുണ്ട് ഖുർആനിൽ. ഉലൈക അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. ആ വഴി സിറാത്തുൻ മുസ്തഖീം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പ്രവാചകന്മാരും ആ പ്രവാചകന്മാരുടെ സച്ചരിതരായ അനുചരന്മാരും ലോകത്തിന് കാണിച്ചുകൊടുത്ത വഴിയാണ്. ആ വഴിയിലായിരിക്കണം നമ്മളും, എങ്കിലേ ആ വഴിയിലൂടെ സഞ്ചരിച്ചവർ എത്തിച്ചേർന്ന സ്വർഗത്തിൽ എത്തിച്ചേരാൻ നമുക്ക് സാധിക്കൂ എന്ന ബോധ്യത്തോടുകൂടി ആ അമ്പിയാക്കന്മാരുടെയും സിദ്ദീഖുകളുടെയും ശുഹദാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും മാർഗത്തിലാണ് ഞാനും എൻ്റെ കുടുംബവും എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. കാരുണ്യത്തിന്റെ മഹാനിറകുടമായ റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും നമ്മുടെ ജീവിതങ്ങളെയും പ്രത്യേകം അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബത്തിന്റെ ഇസ്ലാമീകരണം എന്ന വിഷയത്തിലാണ് കുറെ ആഴ്ചകളായി നാം ചർച്ച ചെയ്ത് വരുന്നത്. ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ സ്വഭാവത്തെ സംബന്ധിച്ച് നാം സൂചിപ്പിച്ചു. മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ഇടപെടലുകൾ അല്ലെങ്കിൽ ആ ബന്ധം, അതിന്റെ സ്വഭാവത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ വിശദീകരിക്കാതെ ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ഇന്നത്തെ ഖുതുബയിൽ ചെയ്യുന്നത്. വിശേഷിച്ചും മക്കളോട് മാതാപിതാക്കൾ ചെയ്യേണ്ടത്. മക്കളുടെ കാര്യത്തിൽ അങ്ങേയറ്റത്തെ ബേജാറുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. വിശദീകരിക്കേണ്ടതില്ലല്ലോ.
വിവാഹിതരായ ദമ്പതികളുടെ ഏറ്റവും വലിയ ദാഹവും മോഹവുമാണ് ഒരു നല്ല കുഞ്ഞ് ജനിക്കുക എന്നത്. ഒരു കൊച്ചുകുട്ടിയുടെ, ഒരു പിഞ്ചു പൈതലിന്റെ പുഞ്ചിരി ഒരുപക്ഷെ പ്രകൃതിയിൽ നമുക്ക് കാണാവുന്ന ഏറ്റവും മനോഹരമായ, ഏറ്റവും ആകർഷകമായ കാഴ്ചയാണ്. നിഷ്കളങ്കമായ പല്ലില്ലാത്ത മോണകാട്ടി അല്ലെങ്കിൽ ആ പാൽപ്പല്ല് കാട്ടിയുള്ള ചിരി, ഇതിന്റെ മുമ്പിൽ ഒരുപക്ഷെ നമ്മുടെ എല്ലാ കഥനങ്ങളും, നമ്മുടെ എല്ലാ വിഷമങ്ങളും അലിഞ്ഞിലിഞ്ഞില്ലാതായി പോകുന്ന അനുഭവമുണ്ട് നമുക്ക്. ഒരു കുഞ്ഞിനെ കാണുക, ആ കുഞ്ഞിന്റെ പുഞ്ചിരി ആസ്വദിക്കുക, ഒരു നക്ഷത്രം ആകാശലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് വന്നിരുന്ന് തിളങ്ങുന്നത് പോലെ പ്രകാശിക്കുന്ന ഒരു കുഞ്ഞിന്റെ മുഖം, അതൊക്കെയാണ് ശരിക്കും താരേ ജമീൻ പർ എന്ന് പറഞ്ഞാൽ. താരങ്ങൾ ഭൂമിയിൽ വരുന്നത് ഈ കുഞ്ഞുങ്ങളുടെ ഈ ചിരി നമ്മൾ കാണുമ്പോൾ, അവരുടെ മുഖം കാണുമ്പോൾ, കളങ്കമേശാത്ത, കാപട്യമില്ലാത്ത ആ കുഞ്ഞിന്റെ പുഞ്ചിരി കാണുമ്പോഴാണ് നിഷ്കളങ്കത പ്രകാശിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നത്. പക്ഷെ അത്തരം കാഴ്ചകളിലേക്കൊന്നും തിരിയാനും ഇപ്പോൾ നമുക്ക് നേരില്ല. വല്ലാത്ത തിരക്കിലാണ് ഞാനും നിങ്ങളും. സ്വന്തം കുഞ്ഞിന്റെ പുഞ്ചിരി കാണാനോ അതിനെ ഒന്ന് ലാളിക്കാനോ ഓമനിക്കാനോ ഒന്നും സാധ്യമല്ലാത്ത വിധം ഒരുതരം കൃത്രിമമായ തിരക്കുകൾ നമ്മെ കീഴ്പ്പെടുത്തിയിരിക്കുകയാണ്. എനിക്കൊന്നിനും നേരെയില്ല എന്നാണ് ഞാൻ പറയാം. വാസ്തവത്തിൽ നമ്മൾ കേൾക്കുന്ന ഏറ്റവും വലിയ വ്യാജ പരിഭവമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല എനിക്ക് മാത്രമായിട്ട് 24 മണിക്കൂറിൽ നിന്ന് കുറച്ചിട്ടല്ലല്ലോ തന്നിട്ടുള്ളത്. എല്ലാവർക്കും ഒരുപോലെ അല്ലാഹു സമയം തന്നിരിക്കുന്നു. എനിക്ക് വേറെ ചില കാര്യങ്ങൾ കൊണ്ട് ഇപ്പറഞ്ഞ കാര്യത്തിന് നേരമില്ല എന്നാണ് നമ്മളാ പറയുന്നതിന്റെ അർത്ഥം. പലപ്പോഴും നമ്മൾ ആലോചിക്കാറില്ല. എനിക്ക് ഉമ്മാനെ കാണാൻ അങ്ങോട്ട് നേരം കിട്ടിയില്ല വരാൻ വീട്ടിലേക്ക് എന്ന് പറയുമ്പോൾ, ഉമ്മാനെ കാണാൻ വീട്ടിലേക്ക് വരാൻ പറ്റുന്ന രീതിയിൽ ഞാൻ എന്റെ സമയക്രമം ഞാൻ സംവിധാനിച്ചില്ല, ചിട്ടപ്പെടുത്തിയില്ല എന്നാണ് അതിനർത്ഥം. അതിനേക്കാൾ ഗൗരവത്തിൽ, അതിനേക്കാൾ പ്രാധാന്യത്തിൽ, അതിനേക്കാൾ മുൻഗണനയിൽ എനിക്ക് വേറെ ചില ദുനിയാവിന്റെ മോഹങ്ങൾ ഉണ്ടായിരുന്നു, അതിന്റെ പിന്നാലെ ഞാൻ ഓടുകയായിരുന്നു എന്നാണ് യഥാർത്ഥത്തിൽ നമ്മൾ പറയുന്നത്. തിരക്കിന്റെ അടിമകളായി തീരുന്നു നമ്മൾ. കുഞ്ഞിന്റെ നിഷ്കളങ്കമായ പുഞ്ചിരി ഞാൻ സൂചിപ്പിക്കുന്നത് പ്രകൃതിയിലെ ഏറ്റവും മനോഹരമായ കാഴ്ചയാണ്. വിശുദ്ധ ഖുർആൻ കൺകുളിർമ എന്നാണ് വിശേഷിപ്പിച്ചത്. ഖുർറത്തുൽ ഐൻ, ഖുർറത്തുൽ ഐൻ, കൺകുളിർമയാണ്, ഹൃദയത്തിന്റെ ആശ്വാസവും ആനന്ദവുമാണ് ഒരു കുഞ്ഞിനെ കാണുക എന്നത്. പരമദുഷ്ടനായ ഫിർഔന് പോലും അങ്ങനെയാണ്. ഫിർഔനെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നു, ബനി ഇസ്രായേൽ സമൂഹത്തിലെ ആൺസന്തതികളെ മുഴുവൻ അറുകൊല ചെയ്യാൻ ഓർഡർ ഇറക്കിയ ഭരണാധികാരിയായിരുന്നു ഫിർഔൻ. പക്ഷെ ആ ഫിർഔനിന്റെ രാജകൊട്ടാരത്തിലാണ് മൂസ അലൈഹിസ്സലാം വളരുന്നത്. മൂസാ നബി പിഞ്ചു പൈതലാണ്. അങ്ങനെ വെള്ളത്തിലൂടെ ഒഴുകി വരുന്ന പെട്ടി തുറന്ന് നോക്കുമ്പോൾ ഫിർഔനിന്റെ ഭാര്യ ഓമനത്തമുള്ള ഈ മുഖം കാണുകയാണ്. പ്രകൃതിയിലെ ഏറ്റവും മനോഹരമായ കാഴ്ച. ചിരിക്കുന്ന, പുഞ്ചിരിക്കുന്ന ഒരു ആൺകുട്ടിയെ കാണുന്നു. കൊട്ടാരത്തിൽ കൊണ്ടുവരുന്നു. പരമദുഷ്ടനായ കൊല്ലാൻ ഓർഡർ കൊടുത്തിട്ടുള്ള ഫറോവയോട്, ഫിർഔനോട് ഭാര്യ പറഞ്ഞു, ഇത് നമുക്ക് കണ്ടിട്ട് വിടാൻ തോന്നുന്നില്ലല്ലോ. വഖാലത്ത് ഇംറഅത്തു ഫിർഔൻ ഖുർറത്തു ഐനുൽ ലീ വലക, നിങ്ങൾക്കും എനിക്കും കണ്ടിട്ട് നല്ല കൺകുളിർമ തോന്നുന്നുണ്ടല്ലോ ഈ കുഞ്ഞിനെ, നമുക്കിവനെ ഒരു മകനായി പോറ്റാം, നമുക്ക് വളർത്താം എന്ന് ഫിർഔനോട് ഭാര്യ പറഞ്ഞതായി വിശുദ്ധ ഖുർആൻ. പരമദുഷ്ടനായ ഫിർഔൻ പോലും അതിൽ വീണുപോയി. കുഞ്ഞിനെ ഓമനിച്ച് വളർത്തുകയാണ്. ആ കുഞ്ഞിന് മുല കൊടുക്കാൻ വേണ്ടി, അതിന് പാല് കൊടുക്കാൻ വേണ്ടി രാജ്യത്തൊരു പെണ്ണിനെ അന്വേഷിച്ച് രാജദൂതന്മാരെ പറഞ്ഞയക്കുന്നു ഫിർഔൻ. അങ്ങനെ മൂസ അലൈഹിസ്സലാം ഫറായിന ഭരണകൂടത്തിന്റെ അന്ത്യം കുറിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നിയോഗിച്ച മർദ്ദിത ജനകോടികളുടെ വിമോചക നായകനായി വന്ന മഹാനായ പ്രവാചകൻ, ഏറ്റവും വലിയ പ്രതിയോഗി ഏതൊരു ഫിർഔനാണോ ആ ഫിർഔനിന്റെ രാജകൊട്ടാരത്തിൽ ഫിർഔനിന്റെ മടിയിൽ കയറി ഫിർഔനിന്റെ നീണ്ട താടി വലിച്ച് രസിച്ച് കളിച്ച് വളരുകയാണ്. ഇത് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിശ്ചയമായിരുന്നു. നമ്മളത് കാണുന്നു. ഞാൻ സൂചിപ്പിച്ചത് ഏറ്റവും വലിയ ദുഷ്ടന് പോലും കൗതുകമുണർത്തുന്ന ഒരു സംഗതിയാണ്.
ഒരു കുഞ്ഞിന്റെ പുഞ്ചിരി എന്ന് പറയുന്നു. ഇതിനുവേണ്ടിയാണ് ദമ്പതികൾ മോഹിക്കുന്നത്, അതിനുവേണ്ടിയാണ് അവർ ആഗ്രഹിക്കുന്നത്, അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, അതിനുവേണ്ടിയാണ് ചികിത്സിക്കുന്നത്. ഒരുപാട് ചികിത്സകൾ ഫലിക്കാതെ വന്നപ്പോൾ ഒരുപക്ഷെ മാർഗം വ്യതിചലിച്ചുകൊണ്ട് ഏതെങ്കിലും മക്ബറയിലേക്കോ ദർഗയിലേക്കോ സിദ്ധന്മാരിലേക്കോ വ്യാജന്മാരിലേക്കോ ഒക്കെ പോകുന്നതും ഈ ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള മോഹം കൊണ്ടാണ്. വിശുദ്ധ ഖുർആനിൽ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുന്നു. സക്കരിയ നബി വയസ്സായി, പടുവാർദ്ധക്യത്തിലെത്തിയിട്ടും ഒരു കുഞ്ഞില്ല. അദ്ദേഹത്തിന് വിഷമം തോന്നി. എന്റെ ഈ ആദർശത്തിന്റെ പ്രബോധനവും പ്രചരണവും ഏറ്റെടുത്ത് നടത്താൻ എനിക്ക് എന്റെ കുടുംബത്തിലൊരു പിൻഗാമിയില്ലാതെ പോകുന്നുവല്ലോ. സക്കരിയ നബി വേദനിക്കുകയാണ്. ഒരു കുഞ്ഞിനെ കാണാൻ ഭാര്യയാണെങ്കിൽ വന്ധ്യയാണ്. സക്കരിയ അലൈഹിസ്സലാം ആണെങ്കിൽ പ്രത്യുൽപാദനത്തിന് പറ്റിയ ഒരു രീതിയിലല്ല, അദ്ദേഹം പ്രായമൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ അള്ളാഹുവിലുള്ള വിശ്വാസം, അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും മിഹ്റാബിൽ വചനമിരുന്ന് ജീവിക്കുന്ന മറിയമിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ അവിടെ സാധാരണ കാണാത്ത കുറെ ഫലങ്ങളും പഴങ്ങളും ഒക്കെ കാണുന്നു. അദ്ദേഹം മറിയമിനോട് ചോദിക്കുന്നു, കുല്ലമാ ദഖല അലൈഹൽ മിഹ്റാബ വജദ ഇൻദഹാ റിസ്ഖ ഖാല യാ മറിയമു അന്നാ ലകി ഹാദാ. അല്ല മറിയമേ, ഇവിടെ ഇപ്പോൾ ഈ സീസണിലൊന്നും കിട്ടാത്ത ഈ പഴങ്ങളൊക്കെ നിനക്ക് എവിടെ നിന്ന് കിട്ടി? ഒറ്റക്കൊരു മിഹ്റാബിൽ ഭജനമിരിക്കുന്ന സാത്വികയായ മറിയമിനോട് സക്കരിയ നബിയുടെ ചോദ്യം. മറിയമ് പറഞ്ഞു, ഖാലത്തു ഹുവ മിൻ ഇൻദില്ലാ, അത് അല്ലാഹുവിങ്കിൽ നിന്ന് ലഭിച്ചതാണ്. ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ കണക്കില്ലാതെ അങ്ങനെ കൊടുക്കും, അത് അല്ലാഹുവിന്റെ രീതിയാണ് എന്ന് മറിയമിന്റെ മറുപടി. സക്കരിയ നബി അവിടെ വെച്ച് ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു, വിശുദ്ധ ഖുർആൻ പറയുകയാണ്, അവിടെ വെച്ച് സക്കരിയ നബി പ്രാർത്ഥിക്കുന്നു റബ്ബിനോട്. ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ ഇന്നക സമീഉദ് ദുആ. ഇങ്ങനെ മറിയമിന് ആർക്കും കിട്ടാത്ത ഈ ഫലങ്ങൾ ഈ മിഹ്റാബിൽ എത്തിച്ചു കൊടുത്ത പടച്ചവനെ, നിനക്ക് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിട്ട് കാര്യങ്ങൾ നടത്താൻ കഴിവുള്ളവനാണല്ലോ റബ്ബേ. അതുകൊണ്ട് ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ, ഒരു നല്ല സന്താനത്തെ, നല്ല മക്കളെ എനിക്ക് തന്ന് നീ അനുഗ്രഹിക്കണം, എന്നോട് കരുണ കാണിക്കണം. ഇന്നക സമീഉദ് ദുആ, നീ പ്രാർത്ഥനകൾക്ക് ഉത്തരം ചെയ്യുന്നവനാണല്ലോ എന്ന് മഹാനായ സക്കരിയ അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്. ഇതിനാദാ റബ്ബഹു നിദാഅൻ ഖഫിയ, അല്ലാതെ പോരാതെ സ്വകാര്യമായിട്ട് അദ്ദേഹം വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നു. ഖാല റബ്ബി ഇന്നി വഹനൽ അൽമു മിന്നി, എന്റെ അസ്ഥികളൊക്കെ എന്റെ എല്ലുകളൊക്കെ ക്ഷയിച്ചിരിക്കുന്നു തമ്പുരാനെ. വസ്തഅലർ റഅസു ശൈബ, തലയാണെങ്കിൽ നരച്ച് വെളുത്ത് പ്രകാശിക്കുകയാണ്. വലം അകും ബിദുആഇ റബ്ബിക ദുആഇക റബ്ബി ശഖിയ, പടച്ചവനെ നിന്നോട് ഞാൻ ചോദിച്ചിട്ടൊരു കാര്യവും നടക്കാതിരുന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് റബ്ബേ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. വഇന്നീ ഖിഫ്തുൽ മവാലിയ മിൻ വറാഇ, ബന്ധുക്കളുടെ കാര്യത്തിൽ എനിക്ക് ഭയമുണ്ട്. വകാനത് ഇംറഅതി ആഖിറ, എന്റെ ഭാര്യയാണെങ്കിൽ വന്ധ്യയുമാണ് പടച്ചവനെ. ഫഹബ്ലി മിൻ ലദുൻക വലിയ, അതുകൊണ്ട് നീ എനിക്കൊരു പിൻഗാമിയെ തരണം. യരിസുനി വയരിസു ആലി യഅഖൂബ്, യഅഖൂബ് കുടുംബത്തിന്റെയും എന്റെയും പിന്തുടർച്ച അവനിലൂടെ സംഭവിക്കണം പടച്ചവനെ. വജഅൽഹു റബ്ബി റളിയ, നിനക്ക് പൊരുത്തപ്പെട്ട ഒരു ഇഷ്ടപ്പെട്ട ദാസനാക്കി നീ എനിക്കൊരു മകനെ തരയണമേ എന്ന് സക്കരിയ അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നു. റബ്ബ് മറുപടി പറഞ്ഞു, യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ ലം നജ്അൽ ലഹു മിൻ ഖബ്ലു സമീയ. വിശുദ്ധ ഖുർആൻ 19-ാം അധ്യായം സൂറത്ത് മറിയം 3 മുതൽ 7 വരെ ആയത്തുകളിൽ അല്ലാഹു അത് പരാമർശിച്ചിട്ടുണ്ട്. സക്കരിയ, നിന്റെ പ്രാർത്ഥന നാം സ്വീകരിച്ചിരിക്കുന്നു. നിനക്കൊരു കുഞ്ഞിനെ കുറിച്ചുള്ള ശുഭവാർത്തയുണ്ട്. ഇസ്മുഹു യഹ്യ, അവന്റെ പേര് യഹ്യ എന്നായിരിക്കും. അല്ല തന്നെ കുഞ്ഞിന് പേരിടുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഭൂമിയിൽ ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളിലൊന്ന്, സക്കരിയ നബിയോട് മലക്കുകൾ വന്ന് പറയുന്നു, താങ്കൾക്കതാ ഒരു കുഞ്ഞ് ജനിക്കാൻ പോവുകയാണ്, അള്ളാഹു താങ്കൾക്കൊരു നല്ല സന്താനത്തെ തരാൻ പോകുന്നു, പ്രാർത്ഥന സ്വീകരിച്ചിരിക്കുന്നു. ഇസ്മുഹു യഹ്യ, അവന്റെ പേര് യഹി എന്നാണ്. കാരണം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്, എന്റെ ഈ സന്മാർഗത്തിന്റെ ആദർശത്തിന്റെ മാർഗത്തിൽ ഈ പ്രസ്ഥാനത്തെ ജീവിപ്പിക്കാൻ ഒരു പിൻഗാമി വേണം എന്നായിരുന്നല്ലോ. അല്ല പറഞ്ഞു യഹ്യ, യഹ്യ എന്ന് പറഞ്ഞ് ജീവിക്കട്ടെ എന്നർത്ഥം. നിന്റെ ഈ ആദർശ പ്രബോധനം അങ്ങനെ അവനിലൂടെ ജീവിക്കട്ടെ. ഒരിക്കലും അതിനു മുമ്പ് ഇത്തരം ഒരു പേര് ലം നജ്അൽ ലഹു മിൻ ഖബ്ലു സമീയ,
ഇതിനു മുമ്പ് ഇത്തരം ഒരു പേര് ഭൂമിയിൽ ആർക്കും നാം നൽകിയിട്ടില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്. പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, ദമ്പതികളുടെ ഏറ്റവും വലിയ ദാഹവും മോഹവുമാണ് ഒരു കുഞ്ഞിന്റെ മുഖം കാണുക എന്നത്. ഇത് പ്രവാചകന്മാർക്ക് പോലും ഉണ്ടായിരുന്നു. സക്കരിയ അലൈഹിസ്സലാം ആ വാർദ്ധക്യത്തിൽ റബ്ബിനോട് ചോദിച്ച് കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായി അനുഗ്രഹത്തിന്റെ മഹാസമ്മാനമായി സന്താനത്തെ നേടുന്നത് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഇങ്ങനെ നമുക്ക് ലഭിക്കുന്ന സന്താനം, നമ്മുടെ മക്കൾ, ഇവരെ സംബന്ധിച്ചിടത്തോളം നാം ആറ്റുനോറ്റ് അവർക്ക് എന്ത് വേണമോ അതൊക്കെ നൽകി വളർത്തുകയാണ്. അവനെ തലയിൽ വെച്ചാൽ പേനരിക്കും, താഴെ വെച്ചാൽ ഉറുമ്പരിക്കും. ഇത്ര വലിയ താല്പര്യത്തോടുകൂടി നമ്മൾ അവനെ വളർത്തുന്നു. അവന് വേണ്ടത് കൊടുത്ത്, ഭക്ഷണമാണെങ്കിൽ ഭക്ഷണം, വസ്ത്രം വേണമെങ്കിൽ വസ്ത്രം എന്നുവേണ്ട, അവന് കമ്പ്യൂട്ടർ വേണമെങ്കിൽ കമ്പ്യൂട്ടർ എന്നുവേണ്ട എല്ലാം അവന് നൽകിക്കൊണ്ട് നമ്മുടെ ചോര നീരാക്കി പണിയെടുത്തുകൊണ്ട് ഒരുപക്ഷെ പുറം നാടുകളിൽ പോയി പണിയെടുത്തുകൊണ്ട് നമ്മൾ കുട്ടികളെ വളർത്തുകയാണ്. ഇങ്ങനെ നമ്മൾ വളർത്തുന്ന ഒരു കുട്ടി, നമ്മുടെ ഒരു മകൻ അല്ല നമ്മുടെ ഒരു പേരക്കുട്ടി മിസ്സായി പോയാൽ, ആ കുട്ടിയെങ്ങാനും വീട്ടിൽ നിന്നിറങ്ങിപ്പോയി തിരിച്ചു വന്നില്ലെങ്കിൽ എന്തൊരു വേദനയായിരിക്കും ഒരു മനുഷ്യൻ അനുഭവിക്കുക. എന്നുമാത്രം വലിയ ദുരിതത്തിലായിരിക്കും അയാളുടെ ജീവിതം വന്നു പെടുക. രാവിലെ പള്ളിക്കൂടത്തിലേക്ക് പഠിക്കാൻ വീടിന്റെ പടിയിറങ്ങിപ്പോയ തന്റെ പ്രിയപ്പെട്ട മകളെ കാണാത്ത രക്ഷിതാവ് അല്ല ഒരുപിടി രക്ഷിതാക്കൾ, അത്തരം ഒരുപാട് കേസുകൾ നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഒരു കുഞ്ഞ് നഷ്ടപ്പെടുമ്പോൾ, ദാഹിച്ച് മോഹിച്ചുണ്ടായ തന്റെ മകനെ നഷ്ടപ്പെടുമ്പോൾ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന വേദന നമ്മൾ അറിയുകയാണ്. കേരളീയർക്കറിയാം ഈശ്വരവാര്യരുടെ കഥ, ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ. നമ്മുടെ മുമ്പിലുണ്ട് 85 വയസ്സ് വരെ സ്വന്തം മകനെക്കുറിച്ച്, നഷ്ടപ്പെട്ടു പോയ മകനെക്കുറിച്ചുള്ള ഓർമ്മകൾ വേദനിച്ചു തീർത്ത ഒരു ജീവിതമായിട്ട് പ്രൊഫസർ ഈശ്വരവാര്യരുടെ ജീവിതം കേരളീയ മനസ്സാക്ഷിയുടെ മുമ്പിൽ. നമുക്കറിയാം, അടിയന്തരാവസ്ഥ കാലത്ത് പോലീസുകാരുടെ മർദ്ദനത്തിൽ കക്കയം ക്യാമ്പിൽ മരണപ്പെട്ട, ഇപ്പോഴും ദുരൂഹത അഴിഞ്ഞിട്ടില്ലാത്ത രാജൻ കേസ് നമുക്കറിയാം. ആ പിതാവ്, അധ്യാപകനായ ആ പിതാവ് ജീവിതകാലം മുഴുവൻ 85-ാം വയസ്സിൽ മരിക്കുന്നതുവരെ അദ്ദേഹം തന്റെ കണ്ണീരുകൊണ്ട് എഴുതിയ ഒരു പുസ്തകമുണ്ട്, ഒരച്ഛന്റെ ഓർമ്മക്കുറിപ്പുകൾ എന്നാണ് ഇതിന്റെ തലക്കെട്ട്. ആ പുസ്തകത്തിലെ 1-ാമത്തെ അധ്യായം കരുതി വെച്ച ഒരില ചോറ് എന്നാണ്, ഒരു പൊതിച്ചോറ്, കരുതി വെച്ച ഒരില ചോറ് എന്നാണ് അദ്ദേഹം 1-ാമത്തെ അധ്യായത്തിന് പേരിട്ടിരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, മകൻ നഷ്ടപ്പെട്ടതിന് ശേഷം എപ്പോഴും ഞാൻ അവനെ പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വീട്ടിൽ രാത്രികാലങ്ങളിൽ എന്റെ ഭാര്യയോട് ഞാൻ എല്ലാ ദിവസവും പറയുമായിരുന്നു, ഒരിലച്ചോറ് പ്രത്യേകം കരുതി വെക്കണം രാത്രിയിൽ. ഒരുപക്ഷെ നമ്മുടെ മകൻ ക്ഷീണിച്ച് അവശനായി തളർന്ന് കടന്നു വരുമ്പോൾ നമുക്ക് രാത്രിയിൽ അവന് വരുമ്പോ തന്നെ ഭക്ഷണം കൊടുക്കണമല്ലോ. ഒരു പിതാവിന്റെ മനസ്സാണ്, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ മനസ്സാണ്. അദ്ദേഹം പറയുന്നു, ഈ പട്ടികളൊക്കെ ഓടിയിടുന്ന രാത്രികളിൽ, അകാരണമായിട്ട് കുരച്ചുകൊണ്ടിരിക്കുന്ന രാത്രിയിൽ ഞാൻ എന്റെ ഉമ്മറപ്പടിയുടെ വാതിൽ തുറന്നു വെക്കും. എന്റെ മകൻ ഏതോ ഒരു ദിവസം ഈ ഇരുട്ടിലൂടെ, കാരണം അവൻ കടന്നു വരുമ്പോൾ പട്ടികൾ കുരക്കുന്നതായിരിക്കാം എന്ന് കരുതി ഞാൻ എന്റെ ഉമ്മറപ്പടിയിൽ വന്നിട്ട് വാതിൽ തുറന്നങ്ങനെ ഇരുട്ടിലേക്ക് നോക്കി നിൽക്കും. എപ്പോഴെങ്കിലും അച്ഛ എന്നൊരു വിളി ഈ പ്രകൃതിയിൽ നിന്ന്, ഈ ചുറ്റുപാടിൽ നിന്ന്, ഈ പറമ്പിൽ നിന്നൊരു പക്ഷേ വന്നേക്കാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ നിൽക്കാറുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. അങ്ങനെ വാതിലടക്കാതെ വാതിൽ തുറന്നു കിടന്നുള്ള അവസ്ഥയിലായി എന്റെ ഉറക്കം എന്ന് ഈശ്വരവാര്യ രേഖപ്പെടുത്തും. ഞാൻ സൂചിപ്പിക്കുന്നത്, ആറ്റുനോറ്റുണ്ടായ ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ, മക്കൾ നഷ്ടപ്പെടുന്ന മാതാപിതാക്കളുടെ വേദന വിശുദ്ധ ഖുർആനും അത് സൂചിപ്പിച്ചിട്ടുണ്ട്. മഹാനായ യാക്കൂബ് അലൈഹിസ്സലാമിന്റെ കഥ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. 1 അല്ല 2 മക്കളെ യാക്കൂബ് നബിക്ക് നഷ്ടപ്പെടുകയുണ്ടായി. പക്ഷേ അല്ലാഹുവിലുള്ള വിശ്വാസം കൊണ്ട് ആ ദുഃഖങ്ങളെ അതിവർത്തിക്കാൻ അദ്ദേഹം ശ്രമിച്ചു, അതിൽ വിജയിച്ചു. പക്ഷേ അപ്പോഴും മകൻ നഷ്ടപ്പെട്ട വേദന, മക്കളെ കാണാത്തതിലുള്ള ദുരിതം യഥാർത്ഥത്തിൽ പ്രവാചകനായ ആ പിതാവും അനുഭവിച്ചതായി വിശുദ്ധ ഖുർആൻ പറയുകയാണ്. വതവല്ലാ അൻഹും വഖാല യാ അസഫാ അലാ യൂസുഫ്, ഖാല യാ അസഫാ അലാ യൂസുഫ്, യൂസുഫിന്റെ കാര്യം എത്ര കഷ്ടം എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം ദുഃഖിക്കുകയാണ്. വബിയല്ലത്ത് ഐനാഹു മിനൽ ഹുസ്ൻ, ദുഃഖത്തിന്റെ ഭാരം കൊണ്ട് അദ്ദേഹത്തിന്റെ കണ്ണുകൾ വിളറി വെളുക്കുകയാണ്. ഫഹുവ കലീം, അങ്ങനെ അങ്ങേയറ്റത്തെ ദുഃഖബാധിതനായിട്ട് ജീവിക്കുന്നു അദ്ദേഹം. പക്ഷേ ഖാല ഇന്നമാ അഷ്കൂ ബസ്സീ വഹുസ്നി ഇലല്ലാഹ്, മഹാനായ പ്രവാചകന്റെ പ്രാർത്ഥന, പടച്ചതമ്പുരാനെ ഇന്നമാ അഷ്കൂ ബസ്സീ വഹുസ്നി ഇലല്ലാഹ്, എന്റെ എല്ലാ വേദനകളും എന്റെ എല്ലാ ദുരിതങ്ങളും ഞാൻ എന്റെ റബ്ബിലേക്ക് സമർപ്പിക്കുകയാണ്, അല്ലാഹുവിൽ സമർപ്പിക്കുന്നു എന്ന് അദ്ദേഹം
വഅലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്തത് പലതും അവനിൽ നിന്ന് ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. എങ്കിലും ആ ഒരൊറ്റ വാചകത്തിൽ, ആ ആയത്തിൽ മഹാനായ യാക്കൂബ് അലൈഹിസ്സലാമിന്റെ കഥനഭാരം മുഴുവൻ ആ ആയത്തിൽ തെളിഞ്ഞു നമുക്ക് കാണാൻ കഴിയും. ഇന്നമാ അഷ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ്. കാരണം സഹപ്രവർത്തകരോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെയുള്ള ഈ ലോകത്തുള്ള ആരോടെങ്കിലും പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നമാ അഷ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ്. അതുകൊണ്ട് എന്റെ എല്ലാ സങ്കടക്കടലും പടച്ചവനെ നിന്റെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുകയാണ് എന്ന് മഹാനായ യാക്കൂബ് അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നതായി വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. വയതൂഫു അലൈഹിം ബിൽദാനും മുഖല്ലദൂൻ ഇദാ റഅയ്തഹും ഹസിബതഹും ലുഉലുഅം മൻസൂറാ. ചെറുപ്പത്തിൽ പ്രായപൂർത്തിയെത്താതെ മരിച്ചു പോകുന്ന കുട്ടികൾ, ആൺകുട്ടികൾ, പെൺകുട്ടികൾ, അവരൊക്കെ സ്വർഗത്തിൽ, സ്വർഗീയ ഉദ്യാനത്തിൽ മുഅ്മിനുകളും മുഅ്മിനാത്തുകളും അങ്ങനെ സുഖിച്ചു കഴിയുമ്പോൾ അവർക്കിടയിൽ സ്വർഗീയ പാനീയങ്ങളുടെ ചഷകങ്ങളുമായി ചുറ്റിത്തിരിയുന്ന നിത്യയൗവനമുള്ള ബാലന്മാരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ, നിത്യശൈശവമുള്ള ബാലന്മാരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. യതൂഫു അലൈഹിം ബിൽദാനും മുഖല്ലദൂൻ ഇദാ റഅയ്തഹും ഹസിബതഹും ലുഉലുഅം മൻസൂറാ. പവിഴം പോലെ തോന്നിക്കുന്ന കുട്ടികൾ, പവിഴമായിട്ട് നിങ്ങൾക്ക് തോന്നും, ചിപ്പിയിലടച്ച മുത്തുകളായിട്ട് നിങ്ങൾക്ക് തോന്നും. അങ്ങനെ ചിതറിയ മുത്തുകളെ പോലെ സ്വർഗീയാരാമങ്ങളിൽ കറങ്ങി നടക്കുന്ന കുട്ടികൾ, പ്രായപൂർത്തിയെത്താതെ മരിച്ചുപോയ കുട്ടികളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയും. ഇങ്ങനെയൊക്കെയാണ് കുട്ടികളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. എന്റെ കുഞ്ഞ് എനിക്ക് ഏറ്റവും വലിയ ഒരു ദൗർബല്യമായി മാറുകയാണ്, ആ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് തോന്നും. അല്ല, ഖുർആൻ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മക്കൾ തന്നെയാണല്ലോ. മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, കസ്ബ് എന്ന് പറഞ്ഞാൽ സമ്പാദ്യം, ധനത്തെക്കുറിച്ചല്ല പറഞ്ഞത്. മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. അവന്റെ ധനം അവനുപകരിച്ചില്ല, അവന്റെ കസ്ബും അവനുപകരിച്ചില്ല. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവിടെ കസ്ബ് എന്ന് പറഞ്ഞാൽ മക്കളാണ്, മക്കൾ സമ്പാദ്യമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. ഇങ്ങനെയുള്ള നമ്മുടെ മക്കൾ, ഇത്രമാത്രം നമ്മൾ സ്നേഹിക്കുന്ന മക്കൾ, നമ്മൾ ചോരനീരാക്കി പണിയെടുക്കുന്ന ആ മക്കളുടെ കാര്യത്തിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, മുസ്ലിം ഉമ്മത്തിലെ ഓരോ രക്ഷിതാവും ആത്മപരിശോധന നടത്തേണ്ട ഒരു ചോദ്യമുണ്ട്. ആ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ എത്ര പേർ, എനിക്ക് എന്റെ കുട്ടിയെ സംബന്ധിച്ച്, എന്റെ മക്കളെക്കുറിച്ച്, അവരുടെ സ്വഭാവത്തെക്കുറിച്ച്, അവരുടെ ജീവിതത്തെക്കുറിച്ച് ഞാൻ സംതൃപ്തനാണ് എന്ന് നെഞ്ചത്ത് കൈവച്ച് സത്യസന്ധമായിട്ട് പറയാൻ കഴിയും? മുസ്ലിം ഉമ്മത്തിലെ സഹോദരങ്ങൾ, ഞാനടക്കമുള്ള ആളുകൾ, രക്ഷിതാക്കൾ ആലോചിക്കേണ്ട വിഷയമാണ്. ഇങ്ങനെയൊക്കെ ആറ്റുനോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന എന്റെ ഏറ്റവും വലിയ വാത്സല്യഭാജനമായ ഏതൊരു കുട്ടിക്ക് മകന് വേണ്ടിയാണോ മകൾക്ക് വേണ്ടിയാണോ എന്റെ ജീവിതത്തിലെ അധിക ഭാഗവും ഞാൻ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്, ആ മക്കളുടെ കാര്യത്തിൽ ഞാൻ സംതൃപ്തനാണോ എന്ന് പരിശോധിക്കാൻ നമുക്ക് കഴിയണം. എത്ര പേർക്ക് ഞാൻ സംതൃപ്തനാണ് എന്ന് മക്കളുടെ കാര്യത്തിൽ ഉറപ്പിച്ചു പറയാൻ കഴിയും? ഇവിടെ ഒരു പുതിയ സംസ്കാരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വിശദീകരിക്കേണ്ടതില്ല, നമുക്കൊക്കെ അറിയാം. ഇഷ്ടം പോലെ കാശ് കയ്യിൽ വരുമ്പോൾ കുട്ടികൾക്കും ചെറുപ്പക്കാർക്കും കൗമാരക്കാർക്കും എന്താണോ സംഭവിക്കുന്നത്, അത് നമ്മുടെ നാട്ടിൽ വലിയ അളവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൾഫിലാണ് ഉപ്പ അല്ലെങ്കിൽ സഹോദരങ്ങൾ, അവിടെ നിന്ന് വരുന്ന വരുമാനം, ഒരുപാട് പണം നമ്മുടെ കുട്ടികളുടെ കയ്യിൽ വരികയാണ്. എങ്ങനെ ചെലവഴിക്കണമെന്ന് അവർക്കറിഞ്ഞുകൂടാ. അവരുടെ കയ്യിൽ കൊടുക്കുന്നതിൽ ആർക്കും ഒരു കുഴപ്പവുമില്ല, എല്ലാവരും കൊടുക്കുകയാണ്. വേണ്ടതിലധികം പണം അവരുടെ കയ്യിൽ വരുന്നു. അങ്ങനെ ഒരു നല്ല ഒരുപാട് ശബ്ദം ഓടിക്കുമ്പോൾ ഒരുപാട് ശബ്ദം കേൾക്കുന്ന ഒരു ബൈക്കിൽ ഒരുപക്ഷെ ഒന്നോ രണ്ടോ മൊബൈൽ ഫോണുമായി, ആ മൊബൈൽ ഫോണിൽ കിട്ടാത്ത സൗകര്യങ്ങളിലെ എല്ലാ സൗകര്യങ്ങളും കിട്ടും. അങ്ങനെയുള്ള മൊബൈലുമായി ഒരുപക്ഷെ ഇറുകിപ്പിടിച്ച വസ്ത്രവും ധരിച്ച് ഒരു പ്രത്യേക രീതിയിലും കോലത്തിലും നടക്കുന്ന യുവാക്കളെ, ചെറുപ്പക്കാരെ ഒരു പ്രത്യേക സ്റ്റൈലിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന, അവരുടെ സംഭാഷണം കേട്ടാൽ നമുക്ക് മനസ്സിലാവും, അവരുടെ വേഷവിധാനം കണ്ടാൽ നമുക്ക് മനസ്സിലാകും, അവരുടെ സംസ്കാരം അവരെങ്ങോട്ടാണ് പോകുന്നത് എന്ന് നോക്കിയാൽ മനസ്സിലാകും. ഇങ്ങനെ ഒരു തലമുറ വിശേഷിച്ചും മലബാറിൽ വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഗൗരവത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പൈസ ഒരുപാട് വരികയാണ്, കുട്ടികളെ നോക്കാൻ ആളില്ല, മക്കളങ്ങനെ ഈ പണം കൊണ്ട് കൂത്താടുന്ന ഒരു ജീവിതത്തിന്റെ സംസ്കാരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എല്ലാ വൃത്തികേടുകളിലേക്കും അവർ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ സൂചിപ്പിക്കുന്നത് വളരെ ഗൗരവത്തിൽ, ഏറ്റവും പ്രിയപ്പെട്ട ഈ മക്കൾ എന്തുകൊണ്ടിങ്ങനെ ആയിത്തീരുന്നു എന്നൊരു ചിന്ത, എന്ന ഒരു പുനരാലോചന, ഒരു പുനഃപരിശോധന നമ്മൾ നടത്തേണ്ടതില്ലേ? എന്തുകൊണ്ടിങ്ങനെ ആയിത്തീരുന്നു? നമ്മുടെ പലപ്പോഴും പാരന്റ്സ് പറയാറുണ്ട്, സ്കൂളിലും അല്ലാത്തപ്പോഴുമൊക്കെ നമ്മുടെ സഹോദരങ്ങൾ കണ്ടുമുട്ടുമ്പോൾ പറയാറുണ്ട്, മക്കളെക്കുറിച്ച് തൃപ്തിയില്ല, മകൻ അങ്ങനെയാണ്,
അവന്റെ കാര്യം വേണ്ടത്ര ഒരു തൃപ്തികരമല്ല, അവന്റെ പോക്ക് ശരിയല്ല, നിങ്ങളൊന്ന് കാണുമ്പോൾ അവനെ ഉപദേശിക്കണം. എത്രയോ ആളുകൾ, സഹോദരങ്ങൾ പറയാറുണ്ട്. വിനീതമായിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഇങ്ങോട്ട് നമ്മുടെ മക്കൾ നമ്മളോട് ഉപ്പ എന്ന നിലക്ക് പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നു ഈ സമുദായം. പക്ഷേ മക്കളോട് എങ്ങനെ നമ്മൾ പെരുമാറണം, അല്ലെങ്കിൽ അവർക്ക് അങ്ങോട്ട് നമ്മൾ എന്ത് കൊടുക്കണം എന്ന കാര്യത്തിൽ നമ്മുടെ കാര്യം തൃപ്തികരമാണോ എന്ന് നമ്മൾ വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ടതുണ്ടല്ലോ. ഇങ്ങോട്ട് കിട്ടുന്നതിനെക്കുറിച്ച് അവകാശബോധം നമുക്കുണ്ട്, പക്ഷെ അങ്ങോട്ട് കൊടുക്കുന്നതിനെക്കുറിച്ച് എത്ര പേർക്ക് ചുമതലാബോധമുണ്ട് എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുഴപ്പം, അവരുടെ ഭൗതികാവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ നമ്മൾ വളരെ ശ്രദ്ധ കാണിക്കും. ഭൗതികാവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ മക്കളുടെ ഭൗതികാവശ്യങ്ങളോടൊപ്പം തന്നെ പ്രധാനമാണ് അവരുടെ മാനസികാവശ്യങ്ങൾ, അവരുടെ ആത്മീയാവശ്യങ്ങൾ, അവരുടെ ധാർമ്മികാവശ്യങ്ങൾ. അത് നിർവഹിക്കാൻ കഴിയുമ്പോഴേ ഉത്തമനായ ഒരു രക്ഷിതാവായി മാറാൻ കഴിയൂ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. വിശദമായിട്ട് പറയുന്നില്ല, വളരെ ചുരുക്കി ചില സൂചനകൾ നൽകുകയാണ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയാണല്ലോ ഈ രംഗത്തും നമ്മുടെ ഏറ്റവും വിശിഷ്ടമായ മാതൃക. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനത്തുൻ. വിശിഷ്ടമായ മാതൃക പ്രവാചകനാണെങ്കിൽ, പ്രവാചകൻ ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു പിതാവെന്ന നിലയിൽ എങ്ങനെയായിരുന്നു പെരുമാറിയിരുന്നത്, കുഞ്ഞുങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ പെരുമാറ്റം എങ്ങനെയായിരുന്നു, ഇത് നാം ഗൗരവത്തിൽ പരിശോധിക്കേണ്ടതാണല്ലോ. അപ്പോൾ നമുക്ക് കാണാൻ കഴിയും, കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹം ചൊരിഞ്ഞവനായിരുന്നു, കുഞ്ഞുങ്ങളോട് ഏറ്റവും കൂടുതൽ സ്നേഹം കാണിച്ചവനായിരുന്നു പ്രവാചകൻ എന്ന് നമുക്ക് കാണാൻ കഴിയും. സ്നേഹം എന്ന് പറയുന്നത് ഉണ്ടായാൽ പോരെ എന്നല്ല, ഉണ്ടായാൽ പോരാ, അത് പ്രകടിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ഒരുപക്ഷെ നമ്മുടെ രക്ഷിതാക്കൾക്ക് പലപ്പോഴും സാധിക്കാത്തത് അതാണ്. കുട്ടികളെ വല്ലാതെ സ്നേഹിക്കുന്നു, കുഞ്ഞുങ്ങളെ സ്നേഹിക്കാത്ത ആളുകൾ നമുക്കിടയിലില്ല. അങ്ങേയറ്റം സ്നേഹമുണ്ട്, പക്ഷേ കുഞ്ഞിനോടും ഭാര്യയോടുമൊക്കെയുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ പലപ്പോഴും നമുക്കറിഞ്ഞുകൂടാ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹമുണ്ടായാൽ പോരാ, അത് പ്രകടിപ്പിക്കണമെന്ന് തന്റെ ജീവിതത്തിലൂടെ പഠിപ്പിച്ചിരുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ആയിഷ ബീവിയേറ്റ് ആയിഷയ്ക്ക് രസിക്കുന്ന കാര്യങ്ങൾ പ്രവാചകൻ ചെയ്യുന്നു. ഏറ്റവും തിരക്ക് പിടിച്ച റസൂൽ ആയിഷയുമായിട്ട് സല്ലപിക്കാൻ, അവരുമായിട്ട് വിനോദത്തിലേർപ്പെടാൻ നേരം കണ്ടെത്തുന്നു. ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ കാണാം, ആയിഷയുമായിട്ട് പ്രവാചകൻ ഓട്ടമത്സരം നടത്തി. ഒരിക്കൽ ആയിഷ ജയിച്ചു, പിന്നെ റസൂൽ ജയിച്ചു, റസൂൽ ചിലപ്പോൾ തോറ്റുകൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ ആ ജീവിതത്തിൽ കാണുകയാണ്. കുട്ടികളോട് പ്രവാചകൻ ഏറ്റവും വലിയ വാത്സല്യമാണ് കാണിച്ചത്. കുഞ്ഞുങ്ങളെ വാരിയെടുത്ത് ചുംബിച്ചിരുന്ന സ്നേഹനിധിയായിരുന്ന ഒരു പിതാവിനെ നമ്മൾ പ്രവാചകന്റെ വ്യക്തിത്വത്തിൽ കാണുകയാണ്. അക്ര എന്ന് പറയുന്ന ഒരു സഹാബി നബി ഒരിക്കൽ ഹസനെ ചുംബിക്കുന്നത് കാണുകയാണ്. കൊച്ചുകുഞ്ഞായ ഹസനെ എടുത്ത് ഉമ്മ വെച്ചു. അപ്പോൾ ഈ അക്ര ചോദിക്കുന്നു, അല്ലാഹുവിന്റെ റസൂലെ, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയോ? റസൂലുടനെ ചോദിക്കുകയാണ് അയാളോട്. അക്ര പറഞ്ഞു, എനിക്ക് 10 മക്കളുണ്ട്, ഒരൊറ്റ എണ്ണത്തിന് ഇന്നോളം ഞാൻ ചുംബിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ മനസ്സിൽ നിന്ന് അല്ലാഹു കാരുണ്യത്തെ ഊരിക്കളഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന് പ്രവാചകൻ ചോദിക്കുന്നു. ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന നബി അങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പള്ളിയുടെ വാതിൽ കടന്നകത്തേക്ക് വീണും പിന്നെ എണീറ്റും കടന്നു വരുന്ന കൊച്ചുമക്കളെ, പേരക്കുട്ടികളെ, ഹസൻ ഹുസൈനുമാരെ കാണുകയാണ്. പ്രവാചകൻ മിമ്പറിൽ നിന്ന് ഇറങ്ങി ചെല്ലുന്നു എന്ന് ചരിത്രം പറയും. മിമ്പറിൽ നിന്ന് പ്രസംഗപീഠത്തിൽ നിന്ന് ഇറങ്ങിച്ചെന്നിട്ട് കുട്ടികളെ പരിഗണിക്കുകയാണ്. രണ്ടുപേരെയും എടുത്തുമ്മ വെച്ച് തലോടി അവരെ വാത്സല്യം കാണിച്ച് സ്നേഹം പ്രകടിപ്പിച്ച് തിരിച്ചു വീണ്ടും പ്രസംഗപീഠത്തിൽ വന്ന് പ്രസംഗിക്കുന്ന ഒരു പ്രവാചകനെ നമ്മൾ ചരിത്രത്തിൽ കാണുകയാണ്. സഹാബിമാരുടെ വീടുകളിൽ പോകുന്നു നബി, അവിടെയുള്ള കൊച്ചുകുട്ടികളുമായി സംവദിക്കുന്നു പ്രവാചകൻ. കുഞ്ഞുങ്ങളുടെ ഭാഷ അത് മനസ്സിലാക്കേണ്ട ഒരു ഭാഷയാണ്. പലപ്പോഴും നമ്മുടെ ഗൗരവ ജീവിതത്തിൽ അതിനൊന്നും നേരം കിട്ടാറില്ല. കുഞ്ഞുങ്ങൾക്ക് അവരുടേതായ ഒരു ലോകമുണ്ട്, കുഞ്ഞുങ്ങൾക്ക് അവരുടേതായ ഒരു ഭാഷയുണ്ട്, ഒരു പ്രത്യേക ശൈലിയുണ്ട്. ആ ശൈലിയിലേക്കും ഭാഷയിലേക്കും നിലവാരത്തിലേക്കും പ്രവാചകൻ ഇറങ്ങി നിന്നുകൊണ്ട് അവരോട് സംവദിക്കുന്നതായി നമ്മൾ കാണുന്നു. അല്ല മോനെ, നിന്റെ ആ കിളിക്കുഞ്ഞിന്റെ വർത്താനം എന്താ? റസൂൽ ചോദിക്കുകയാണ്. ഒരു സഹാബിയുടെ വീട്ടിൽ ചെന്നിട്ട് അദ്ദേഹത്തിന്റെ കുഞ്ഞുമോനോട് ചോദിക്കുന്നു, കഴിഞ്ഞ തവണ വന്നപ്പോ കിളിയെ കണ്ടല്ലോ, ഇപ്പൊ കിളി എവിടെ പോയി, അതിന് വയ്യേ എന്നിങ്ങനെ പ്രവാചകൻ വിശേഷം ചോദിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഹസീൻ ഹുസൈനുമാരെ തലയിലെടുത്തുകൊണ്ട് പ്രവാചകൻ ചുമലിലേറ്റ് നടക്കുന്നത് കാണുന്നു. ഒരു സഹാബി പറഞ്ഞു, ഞാൻ നോക്കുമ്പോ റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ഹസനു അലാ ആതിഖിഹി, നബിയുടെ ചുമലിലിരിക്കുന്നു, പിന്നെ ഹസൻ റളിയല്ലാഹു അൻഹു വഹുവ യഖൂലു, നബി പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഇന്നി ഉഹിബ്ബുഹു ഫഅഹിബ്ബ, പടച്ചവനെ എന്റെ ചുമലിലിരിക്കുന്ന ഈ ഹസനെ, ഈ കൊച്ചുകുട്ടിയെ ഞാൻ സ്നേഹിക്കുന്നു, പടച്ചവനെ നീയും അവനെ സ്നേഹിക്കണമേ എന്ന് പ്രവാചകൻ പ്രാർത്ഥിക്കുന്നു. ഇമാം ബുഖാരി രേഖപ്പെടുത്തി. ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
കാന യുസല്ലി വഹുവ ഹാമിലുൻ ഉമാമത്ത ബിൻത സൈനബ്. ഉമാമ റളിയല്ലാഹു അൻഹയെ, സൈനബിന്റെ മകൾ കൊച്ചുകുട്ടി ഉമാമയെ ചുമലിൽ എടുത്തുകൊണ്ട് നമസ്കരിക്കുന്ന പ്രവാചകനെ ഞാൻ കാണുകയാണ്. ഫൈദാ ഖാമ ഹമലഹ, എഴുന്നേൽക്കുമ്പോൾ പ്രവാചകൻ ആ കുട്ടിയെ എടുത്ത് ഒക്കത്ത് വെക്കുന്നു. വൈദാ സജദ വലാഹ, സുജൂദ് ചെയ്യുമ്പോൾ ആ കുഞ്ഞിനെ താഴെ ഇരുത്തുന്നു. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇങ്ങനെ ഒരു ചിത്രം പ്രവാചകനെ സംബന്ധിച്ച്, കുഞ്ഞുങ്ങളെ താലോലിക്കുന്ന ഇമാം ബുഖാരി രേഖപ്പെടുത്തിയ ഹദീസ് നമ്മൾ ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ കുഞ്ഞുങ്ങളോട് വാത്സല്യം കാണിക്കുന്ന ഒരു പ്രവാചകൻ നമ്മുടെ കുഞ്ഞുമക്കളോട് സ്നേഹം പ്രകടിപ്പിക്കാൻ, അവരോടൊന്ന് സല്ലപിക്കാൻ, അവരുടെ വിഷയങ്ങളൊന്ന് ചോദിക്കാൻ, അവരുടെ സ്കൂളിലെ വിശേഷങ്ങളൊന്ന് അറിയാൻ, അവരുടെ പഠനത്തെക്കുറിച്ച് സംസാരിക്കാൻ പലപ്പോഴും നമുക്ക് നേരം കിട്ടുന്നില്ല. കുട്ടി ഉറങ്ങുമ്പോൾ വീട്ടിൽ വരുന്ന പിതാവ്, കുട്ടി ഉണരുന്നതിന് മുമ്പ് വീട്ടിൽ നിന്ന് പോകുന്ന പിതാവ്, എത്രയോ ആളുകളുടെ അനുഭവം അങ്ങനെയാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവർക്ക് സ്നേഹം കൊടുക്കണം, അല്ല സ്നേഹം പ്രകടിപ്പിച്ചു കൊടുക്കണം എന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നു. രണ്ടാമത്തെ അവരുടെ ഒരു അവകാശം നമ്മുടെ സഹവാസം തന്നെയാണ്. നമ്മുടെ സഹവാസം, കുട്ടികളോട് ഒരുമിച്ചിരിക്കാൻ നമുക്ക് കഴിയണം, അവരോടൊത്തൊന്ന് പുറത്തിറങ്ങാൻ, അവരോട് നമ്മൾ നമ്മുടേതായിട്ടുള്ള സമയം കുറച്ച് കുട്ടികൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്ന് പറയുകയാണ്. ഇതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ വീടുകളിൽ സംഭവിച്ചു പോയിരിക്കുന്നു. ഒരു പ്രത്യേക ഒഴുക്കിലങ്ങനെ പോവുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളോടൊത്ത് സമയം ചിലവഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അന്നാ സഹാബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ സഖാക്കൾ ഒരിക്കൽ നബിയോട് ചോദിക്കുകയാണ്, ഖാലു യാ റസൂലല്ലാഹ് ഇന്നാ നഅകുലു വലാ നശ്ബ, ഞങ്ങൾ ധാരാളം കഴിക്കുന്നുണ്ട് നബിയെ, പക്ഷേ കഴിച്ചിട്ടും ഞങ്ങളുടെ വിശപ്പ് തീരുന്നില്ല എന്ന് നബിയോട് സഹാബിമാർ പരാതി പറഞ്ഞു. നബി ചോദിച്ചു, ഖാല ഫലഅല്ലകും തഫ്തരികൂൻ, അല്ല നിങ്ങൾ ഒറ്റക്കൊറ്റക്ക് ഇരുന്നാണോ ഭക്ഷണം കഴിക്കുന്നത്? നബി ചോദിക്കുകയാണ്, ഞങ്ങൾ ഒരുപാട് ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും ദേഹത്ത് കാണുന്നില്ല, ഞങ്ങളുടെ വിശപ്പ് തീരുന്നില്ല എന്ന് പറയുമ്പോൾ നബി ചോദിക്കുന്നു, അല്ല നിങ്ങളെല്ലാവരും ഒറ്റക്കൊറ്റക്കിരുന്നാണോ ഭക്ഷണം ഖാലുനാം, അവർ പറഞ്ഞു അതെ അങ്ങനെയാണ്. ഖാല, നബി പറഞ്ഞു, ഫജിസ്തമിഉ അലാ തആമിക്കും, നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഒരുമിച്ച് ചേരുക, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. വദ്കുറുസ്മല്ലാഹ്, അല്ലാഹുവിനെ സ്മരിക്കുകയും ചെയ്യുക. യുബാറക് ലക്കും, ബർക്കത്ത് കിട്ടും നിങ്ങൾക്ക് എന്ന് പ്രവാചകൻ പറയും. വളരെ ലളിതമായിട്ടുള്ള നിർദ്ദേശങ്ങൾ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വളരെ ഫലപ്രദമായി നടപ്പിലാക്കാനും അതുവഴി ഒരുപാട് ഫലങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. കുടുംബവുമായി ഒന്നിച്ചിരുന്ന ഭക്ഷണം കഴിക്കുന്ന ഒരു സംസ്കാരം. കുലൂ ജമീഅൻ വലാ തഫറഖൂ, നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കൂ, നിങ്ങൾ ഭിന്നിച്ചിരുന്ന് കഴിക്കല്ലേ. ഫഇന്നൽ ബറക്കത മഅൽ ജമാഅ, പ്രവാചകൻ പറയുന്നു, സംഘത്തോടൊപ്പമാണ് അല്ലാഹുവിന്റെ ബർക്കത്ത്. നമ്മൾ കഴിക്കുന്ന നമ്മുടെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന്റെ പ്രശാന്തതയും സ്വസ്ഥതയും ബർക്കത്തും അനുഗ്രഹവും സൗഭാഗ്യങ്ങളും ഇത്തരം കുറെ സംഗതികളുമായി കൂടി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. മറ്റൊരു സംഗതി, കുട്ടികളോട് നീതി പുലർത്തുക എന്ന് പ്രവാചകൻ പ്രത്യേകമായിട്ട് പറഞ്ഞു. ഒരു സഹാബി ഒരിക്കൽ നബിയോട് വന്ന് പറയുന്നു, എനിക്കൊരു അടിമയുണ്ട്, വേലക്കാരൻ, അവന് ഞാൻ എന്റെ മകൻ ഇന്ന മകന് കൊടുക്കാൻ പോവുകയാണ്. നബി ചോദിച്ചു, താങ്കൾക്ക് ആ മകൻ മാത്രമേ ഉള്ളൂ? അദ്ദേഹം പറഞ്ഞു, അല്ല വേറെയും മക്കളുണ്ട്. അല്ല അവർക്കൊക്കെ ഇതുപോലെ സമ്മാനം താങ്കൾ കൊടുക്കുന്നുണ്ടോ? ഇല്ല. നബി പറഞ്ഞു, ലാ തുഷ്ഹിദി ഫീ ജൗർ, ഇത്തരം കാര്യങ്ങളിലൊന്നും ഇത്തരം അനീതികളിലൊന്നും എന്നെ സാക്ഷിയാക്കണ്ട. ഇഅ്ദിലൂ ഫീ ഔലാദിക്കും, മക്കളോട് നിങ്ങൾ നീതി പുലർത്തുക. 5 മക്കളുണ്ട്, ആ 5 മക്കളിൽ സമ്പന്നനോട് പ്രത്യേകമായിട്ടുള്ള ഒരു പരിഗണന, അല്ലെങ്കിൽ സമ്പന്നന്റെ വീട്ടിൽ മാതാപിതാക്കൾ താമസം, പാവപ്പെട്ടവൻ അവഗണിക്കുന്നു, അല്ലെങ്കിൽ വേറെ ഏതോ നിലക്കുള്ള അവഗണനകൾ, വിവേചനങ്ങൾ, ഉച്ചനീചത്വങ്ങൾ പാടില്ല എന്ന് പ്രവാചകൻ പറയുകയാണ്. ഇഅ്ദിലൂ ഫീ ഔലാദിക്കും, മക്കളുടെ കാര്യത്തിൽ നിങ്ങൾ നീതി പുലർത്തുക എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. പ്രവാചകൻ പറഞ്ഞ മറ്റൊരു നിർദ്ദേശം, വളരെ ലളിതമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ നമ്മൾ ശ്രദ്ധ വെക്കുമെങ്കിൽ റസൂലുള്ളാഹി പറഞ്ഞു, അക്രിമു ഔലാദക്കും, നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ പരിഗണിക്കണമെന്ന് പറയുകയാണ്. ഇതിനൊക്കെ മനഃശാസ്ത്രപരമായ വലിയ മാനങ്ങളുണ്ട്. കുട്ടികളെ നിങ്ങൾ അവഗണിക്കരുത്, പരിഗണിക്കണം. കൊച്ചുകുട്ടിയാണ്, അവൻ എന്തോന്ന് പറയുന്നുണ്ട്, ഇത് നമ്മൾ കുടുംബത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അവൻ എന്താ പറയുന്നത്? കുട്ടികളെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ആക്ഷേപിക്കുക, താരതമ്യം ചെയ്യുക, ഇതൊക്കെ മിക്ക പാരന്റ്സിന്റെയും കുഴപ്പങ്ങളാണ്. പലപ്പോഴും മറ്റുള്ള കുട്ടികൾ, ഇപ്പോൾ ഒരു പഠിക്കാൻ സമർത്ഥനായ കുട്ടി, ബുദ്ധിപരമായിട്ട് കുറച്ചും കൂടി യോഗ്യതയുള്ള ഒരു കുട്ടി, അവന്റെ മുമ്പിൽ വെച്ചിട്ട് ഇവനെ ആക്ഷേപിക്കുക, നീ അവനെപ്പോലെ ആയില്ലല്ലോ, അവനെപ്പോലെ ഇവനാവൂലല്ലോ, ഇവന് വേറെ ചില മേഖലകളിൽ കഴിവുകളുണ്ട്. ഇത് കാണാൻ പലപ്പോഴും ഭൗതികതയുടെ സംസ്കാരം വല്ലാതെ ബാധിച്ച് നമുക്ക് കഴിയാതെ പോവുകയാണ്. കുട്ടികളെ മറ്റുള്ളവരോട് താരതമ്യം ചെയ്യുക, ഒരാളും പകരമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. കുട്ടികളെ അങ്ങനെ അപമാനിക്കരുത്, കുട്ടികളെ അങ്ങനെ അവഹേളിക്കരുത്. അക്രിമു ഔലാദക്കും, നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ പ്രത്യേകമായിട്ട് ആദരിക്കണം, പരിഗണിക്കണം എന്ന് നബി പറയുന്നു.
വഹ്സിനു അദബഹും, മറ്റൊരു വലിയ ബാധ്യത, അവർക്ക് സൽവിദ്യാഭ്യാസം നിങ്ങൾ നൽകുക. വഹ്സിനു അദബഹും, അവരെ നിങ്ങൾ മര്യാദ പഠിപ്പിക്കുക എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി വിശദീകരിച്ചു. മാ നഹല വാലിദുൻ വലദഹു മിൻ നഹ്ലിൻ അഫ്ളല മിൻ അദബിൻ ഹസൻ. പ്രവാചകൻ പറയുന്നു, സൽവിദ്യാഭ്യാസമാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അതിനേക്കാൾ വലിയ ഒരു സമ്മാനം ഒരു രക്ഷിതാവിന് കുട്ടിക്ക് കൊടുക്കാനില്ല എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ ഞാൻ എന്റെ കുട്ടിക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് ഞാൻ ചിന്തിക്കുന്നത് അവന് പ്രത്യേകമായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത ഒരു കടയെക്കുറിച്ചാവും, അവന് പ്രത്യേകമായിട്ട് കൊടുത്ത വേറെ എന്തെങ്കിലും ഒരു സംഗതിയെക്കുറിച്ചാകും. അവന് ഞാനൊരു വീട് വെച്ചു കൊടുത്തു, ഇതാണ് ഏറ്റവും വലിയ സമ്മാനം എന്ന് തെറ്റിദ്ധരിക്കുന്നു. അല്ല, പ്രവാചകൻ പറയുന്നു, ധാർമ്മികമായ ശിക്ഷണം, സൽവിദ്യാഭ്യാസം ഇതവന് കൊടുക്കുക. ഇതിനേക്കാൾ മികച്ച ഒരു പ്രസന്റേഷൻ, ഒരു സമ്മാനം ഒരു കുട്ടിക്കും ഒരു രക്ഷിതാവിന് നൽകാനില്ല എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇതുപോലെ ഒരുപിടി നിർദ്ദേശങ്ങൾ ഖുർആനിലും സുന്നത്തിലും നമുക്ക് കാണാൻ കഴിയും. കുട്ടികളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അവർക്ക് ധാർമ്മികമായ പാഠങ്ങൾ പകർന്നു കൊടുക്കാൻ പ്രവാചകൻ പഠിപ്പിച്ചു. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒരുമിച്ചിരുന്ന് കുഞ്ഞുങ്ങളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന നബി ആ സന്ദർഭത്തിലാണ് പലപ്പോഴും ഭക്ഷണ മര്യാദകൾ പഠിപ്പിച്ചിരുന്നത്. യാ ഗുലാമു സമ്മില്ലാ വകുൽ ബി യമീനിക് വകുൽ മിമ്മാ യലീക. പ്രവാചകൻ പറയുകയാണ്, മോനെ നീ ബിസ്മി ചൊല്ലിയോ? ഭക്ഷണം തരുന്നത് അല്ലാഹു അല്ലേ, അപ്പോ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ബിസ്മി ചൊല്ലണ്ടേ? ആ സന്ദർഭത്തിൽ പ്രവാചകൻ പറയുകയാണ്, വകുൽ ബി യമീനിക്, നിന്റെ വലത് കൈ കൊണ്ട് കഴിക്കണം. വകുൽ മിമ്മാ യലീക്, നീ കഴിക്കുന്ന പാത്രത്തിൽ നിന്റെ അടുത്ത ഭാഗത്ത് നിന്നാണ് നീ കഴിക്കേണ്ടത് എന്നിങ്ങനെയുള്ള ഭക്ഷണ മര്യാദകൾ പഠിപ്പിക്കുന്നത് ഒരടച്ചിട്ട മദ്രസ റൂമിൽ ഏതോ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ഒരു അധ്യാപകൻ, ഒരു ഉസ്താദ് ചെയ്യുന്ന പണിയല്ല. സ്വന്തം രക്ഷിതാവ് വീട്ടിൽ ഡൈനിങ് ടേബിളിന്റെ അരികിലിരുന്ന് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന ധാർമ്മിക പാഠങ്ങളായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നു. ലുഖ്മാൻ, വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായം ലുഖ്മാൻ എന്നാണ് അതിന്റെ പേര്. നമുക്കറിയാം, ലുഖ്മാനുൽ ഹക്കീം, മഹാനായ തത്വജ്ഞാനി. അദ്ദേഹം ഒരു സാരോപദേശം നൽകുകയാണ്. പിതാവെന്ന നിലയിൽ മക്കൾക്ക് നൽകുന്ന സാരോപദേശം യാ ബുനയ്യ എന്ന് വിളിച്ചുകൊണ്ട് ഏറ്റവും വലിയ സ്നേഹത്തിന്റെയും ഏറ്റവും വലിയ വാത്സല്യത്തിന്റെയും മധുരതരമായ ഭാഷയിൽ യാ ബുനയ്യ, കുഞ്ഞുമോനെ എന്ന് വിളിച്ചുകൊണ്ട് ലുഖ്മാനുൽ ഹക്കീം അല്ലാഹുവിനെ സംബന്ധിച്ചും ജീവിതത്തെക്കുറിച്ചും സംസാരിക്കുന്നതായി സൂറത്ത് ലുഖ്മാനിൽ നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ പറഞ്ഞു, പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, ധാർമ്മിക ശിക്ഷണങ്ങളൊക്കെ നിങ്ങളുടെ ബാധ്യതയിലാണ്. വഉമുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹ. ഖുർആൻ വഉമുർ അഹ്ലക ബിസ്സലാത്ത്, നമസ്കാരം പോലുള്ള കാര്യങ്ങൾ കുടുംബത്തോട് കൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയണം. വഉമുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹ, അതിൽ നീ സ്ഥിരനിഷ്ഠനാവുകയും ചെയ്യണം. പലപ്പോഴും നമ്മുടെ പിതാക്കൾക്ക് കുട്ടികളോടങ്ങനെ പറയാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് പറയാൻ കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ അതിൽ ഇയാളുടെ ഭാഗം തന്നെ പലപ്പോഴും അവതാളത്തിലാണ്. കുട്ടിയോട് നമസ്കരിക്കണം, ജമാഅത്തായിട്ട് നമസ്കരിക്കണം, നിർബന്ധമാണ് എന്ന് നമ്മുടെ കുഞ്ഞിനോട് പറയാൻ നമുക്ക് സാധിക്കുന്നില്ല. കാരണം പലപ്പോഴും ഇയാൾ തന്നെ ആ കാര്യത്തിൽ ഉപേക്ഷ വരുത്തുന്നവനാണ്. പള്ളിയിൽ പോവാറില്ല, അയാൾ തന്നെ നിസ്കരിക്കുന്നില്ല. നിന്റെ ഭാഷ നന്നാക്കണം, നല്ല വാക്കുകൾ പ്രയോഗിക്കണം, ഉമ്മയോട് നല്ല രീതിയിൽ പെരുമാറണമെന്ന് കുട്ടിയോട് ഉപദേശിക്കാൻ കഴിയുന്നില്ല. കാരണം ഇയാൾ തന്നെ സ്വന്തം ഭാര്യയോട് അഥവാ കുഞ്ഞിന്റെ ഉമ്മയോട് മോശമായിട്ട് പെരുമാറുന്നതിന് ഈ കുട്ടി തന്നെ സാക്ഷിയാണ്. വഉമുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹ, കുടുംബത്തോട് കൽപ്പിക്കണം, അതോടൊപ്പം ആ കൽപ്പിക്കുന്ന കാര്യങ്ങളിൽ നീ സ്ഥിരനിഷ്ഠനാവുകയും ചെയ്യണമെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറയുകയാണ്. ഒരുപാട് വിദ്യാഭ്യാസം കൊടുക്കുന്നു കുട്ടികൾക്ക്. ആ കൊടുക്കുന്ന വിദ്യാഭ്യാസം പലപ്പോഴും കേവല ഭൗതികാവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഉപജീവനത്തിന്റെ വിദ്യാഭ്യാസം മാത്രമായി പോരും. വളരെ ഗൗരവത്തിൽ നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടതുണ്ട്. കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പകർന്നു കൊടുക്കുന്ന വിദ്യാഭ്യാസത്തിൽ ധാർമ്മിക വിദ്യാഭ്യാസത്തിന് എത്ര പ്രാധാന്യമുണ്ട്, സ്ഥാനമുണ്ട്. ഏതോ മദ്രസയിൽ ജോലി ചെയ്യുന്ന ഉസ്താദിന്റെ ബാധ്യതയായി പോയിരിക്കുന്നു പലപ്പോഴും നമ്മുടെ കുട്ടികളുടെ ധാർമ്മിക വിദ്യാഭ്യാസത്തിന്റെ അവസ്ഥ. ഒരുപാട് നമ്മൾ കേട്ട ആ കഥ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. തോണിക്കാരന്റെ കൂടെ യാത്ര ചെയ്ത കുട്ടികളുടെ അനുഭവം പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ കുഞ്ഞുങ്ങൾ ഓരോന്ന് പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി ഗ്രാമീണനായ തോണിക്കാരനെ. കമ്പ്യൂട്ടർ പഠിക്കുന്ന, സയൻസ് പഠിക്കുന്ന, ടെക്നോളജി പഠിക്കുന്ന പരിഷ്കാരികളായ കുട്ടികൾ, ആ കുട്ടികൾ ചോദിക്കാൻ തുടങ്ങി, അല്ല നിങ്ങൾക്ക് അതറിയോ, ഇതറിയോ, കമ്പ്യൂട്ടർ അറിയോ, സയൻസ് അറിയോ, ഇംഗ്ലീഷ് അറിയോ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. ഗ്രാമീണനായ വിദ്യാഭ്യാസമില്ലാത്ത ഈ തോണിക്കാരൻ പറഞ്ഞു, ഇതൊന്നും അറിഞ്ഞുകൂടാ. കുട്ടികൾ പരിഹസിച്ച് ചിരിക്കാൻ തുടങ്ങി. എങ്കിൽ നിങ്ങളുടെ ജീവിതം മുഴുവൻ പാഴായി പോവുകയാണല്ലോ, നിങ്ങളുടെ ജീവിതത്തിന്റെ പാതി നഷ്ടപ്പെട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി ചിരിക്കുന്ന കുട്ടികൾ കുറച്ചങ്ങോട്ട് മുമ്പോട്ട് പോയി. വലിയ ശക്തമായ കാറ്റുണ്ടായി, മഴയുണ്ടായി. അങ്ങനെ തോണി മറിയാൻ തുടങ്ങുകയാണ്. തോണി അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നു.
ഈ കുട്ടികളെല്ലാവരും കൂടി നിലവിളിക്കാൻ തുടങ്ങി. അപ്പോൾ ഗ്രാമീണനായ ഈ തോണിക്കാരന്റെ ചോദ്യമല്ല, മക്കളെ നിങ്ങൾക്ക് നീന്തലറിയില്ലേ? നീന്തൽ എത്ര പേർക്കറിയാം? ഒരൊറ്റ ആൾക്ക് പോലും അറിഞ്ഞുകൂടാ. കാരണം ഇതൊക്കെ പഠിക്കുന്നതിനിടയിൽ, കമ്പ്യൂട്ടർ പഠിക്കുന്നതിനിടയിൽ, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടുന്നതിനിടയിൽ പ്രകൃതിയുമായിട്ട് ബന്ധമുണ്ടായിരുന്നില്ല, മണ്ണുമായിട്ട് ആകാശവുമായിട്ട് ബന്ധമുണ്ടായിരുന്നില്ല. ഒരു പ്രത്യേക രീതിയിൽ വളർത്തപ്പെടുന്ന കുട്ടികൾ. അവർ പറഞ്ഞു ആർക്കും ഒന്നും അറിഞ്ഞുകൂടാ, നിലവിളിക്കാൻ തുടങ്ങുകയാണ്. തമാശക്കാണെങ്കിലും ഈ തോണിക്കാരൻ പറഞ്ഞു എന്ന് കഥയിൽ നമുക്ക് കാണാം. എങ്കിലും നിങ്ങളുടെ ജീവിതം മുഴുവൻ ഇപ്പോൾ പാഴാവുകയാണല്ലോ എന്ന്. പ്രിയമുള്ളവരെ, ഞാൻ സൂചിപ്പിക്കുന്നത് ജീവിത നദിയാകുന്ന ഈ മഹാപ്രവാഹത്തിൽ നമ്മുടെ കുട്ടികൾ, നമ്മുടെ പുതിയ തലമുറ, നമ്മുടെ കൗമാരം അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ മൂല്യങ്ങളുടെയും വലിയ വലിയ സത്യങ്ങളുടെയും ഈ വിദ്യാഭ്യാസം അവർക്ക് കൊടുക്കുവാൻ അദബുൻ ഹസൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഈ മഹത്തായ ധാർമ്മിക വിദ്യാഭ്യാസം നൽകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.